അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാന്റെ പട്ടാള സംവിധാനത്തെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാരെ പരിചയപ്പെടുത്തുകയാ. ദുനിയാവിലെ പട്ടാള സംവിധാനം നിയമലംഘനം നടത്തുന്നവരാണെങ്കിൽ, ദുനിയാവിലെ പട്ടാള സംവിധാനം കൊലപാതകങ്ങളെ നടത്തുന്നവരാണെങ്കിൽ, രാജ്യത്തിൽ സുരക്ഷിതാവസ്ഥ മാറ്റിയിട്ട് അരക്ഷിതാവസ്ഥ കൊണ്ടുവരുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പടച്ചവന്റെ പട്ടാളത്തെ പറ്റി അറിയുമോ? അല്ലാഹു പറയുകയാണ്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആകാശഭൂമികൾ നിറയെ പട്ടാളക്കാരുണ്ട്. പടച്ച തമ്പുരാന്റെ പട്ടാള സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു അതിർത്തികൾക്കുള്ളിൽ നിർത്തപ്പെടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പട്ടാള സംവിധാനങ്ങൾ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ ഒതുക്കപ്പെടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പട്ടാള സംവിധാനങ്ങൾ വാനലോകത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുക്കപ്പെടുന്നില്ലല്ലോ. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ പട്ടാള സംവിധാനം. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ പടച്ചവന്റെ പട്ടാളമില്ലേ? അല്ലാഹു ആ പട്ടാളത്തെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസ സമൂഹമേ, അല്ലാഹുവിനെ വിശ്വസിച്ചവരെ, പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചവരെ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചവരെ, നാളെ പടച്ചവന്റെ കോടതിയിലെ കണക്കെടുപ്പിൽ വിശ്വസിച്ചവരെ, സ്വർഗത്തിൽ വിശ്വസിച്ചവരെ, നരകത്തിൽ വിശ്വസിച്ചവരെ, അല്ലാഹു ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസി ലോകത്തെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ശരീരത്തെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളുക. കാരണം എന്താ? വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അല്ലാഹു പറയുകയാ, അതേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെയും കൂട്ടുകുടുംബാദികളുടെയും ശരീരത്തെ സൂക്ഷിച്ചു കൊള്ളണേ. കാരണം വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. കാരണം നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് പാറക്കല്ലുകളാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്ന നരകത്തിലെ ഇന്ധനം അതേ പാറക്കല്ലുകളെയും മനുഷ്യരെയും കൂട്ടം കൂട്ടമായി കത്തിക്കപ്പെടുന്നതായ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്നിട്ടല്ല പറയുന്നു, അലൈഹാ, ആ നരകത്തിലെ പടച്ചവന്റെ പട്ടാളത്തെ അല്ല ചുമതലയേൽപ്പിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പട്ടാളത്തെ പടച്ച തമ്പുരാന് പരിചയപ്പെടുത്തുന്ന ആരാ? അല്ലാഹുവിന്റെ പട്ടാളം. അതേ ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ യാതൊരു അതിർത്തികൾക്കുള്ളിലും ഒതുക്കാൻ കഴിയാത്തതായ അല്ലാഹുവിന്റെ പട്ടാളത്തെ അല്ല പരിചയപ്പെടുത്തുന്നു. അലൈഹാ മലായിക. അല്ലാഹുവിന്റെ മലക്കുകളായ പട്ടാളമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മാലാഖമാരായ പട്ടാളമില്ലേ? എന്നിട്ട് ആ പട്ടാളത്തെ അല്ല പരിചയപ്പെടുത്തുകയാ. അവരെങ്ങനെയുള്ളവരാ? കടുകടുത്ത സ്വഭാവമുള്ളവരാ പടച്ചവന്റെ പട്ടാളക്കാർ. അതേ കഠിനമായ സ്വഭാവമുള്ളവരാ, അതിഭയങ്കരമായ ശക്തന്മാരാ, ശക്തിയുള്ളവരായ പടച്ചവന്റെ പട്ടാളത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. പടച്ചതമ്പുരാൻ നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിയമമനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരായ എന്നോടും നിങ്ങളോടും പറയുകയാ, അല്ലാഹുവിന്റെ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. അതോടൊപ്പം പടച്ചവന്റെ പട്ടാളമായ മാലാഖമാരെയും സൂക്ഷിച്ചു കൊള്ളുക. മാലാഖമാരെയും ഭയപ്പെട്ടുകൊള്ളുക. അവരെങ്ങനെയുള്ളവരാണ്? അവർ ഭയങ്കരന്മാരായ പട്ടാളക്കാരാ, കടുകടുത്ത സ്വഭാവമുള്ള പട്ടാളക്കാരാ, നീതി നിർവഹണത്തിൽ അണുകട വിട്ടുവീഴ്ചയില്ലാത്ത പട്ടാളക്കാരാ, സദാസമയത്തും നിയമങ്ങൾ അനുസരിച്ച്
അനുസരിച്ച് ജീവിക്കുന്ന പട്ടാളക്കാരാ. ലാ യഅ്സൂനല്ലാഹു ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതേ നിയമനിർമ്മാണം നടപ്പിൽ വരുത്തിയ രാജാതിരാജനായ തമ്പുരാനില്ലേ, ആ പടച്ച തമ്പുരാൻ ഏതൊക്കെ കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചുവോ ആ കാര്യങ്ങളിലൊന്നും അനുസരണക്കേട് കാട്ടാതെ അതേ പരിപൂർണമായും പടച്ചവനെ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായും പടച്ചവനെ അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ പോലും നിയമലംഘനം നടത്താത്ത അല്ലാഹുവിന്റെ പട്ടാളത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. വിശുദ്ധ ഖുർആനെയും നിങ്ങളെയും പറഞ്ഞു ഭയപ്പെടുത്തുകയാ. അതേ നിയമലംഘനം നടത്താത്ത പട്ടാളക്കാരുണ്ട്, പടച്ചതമ്പുരാന്റെ വാക്കുകൾ ലംഘിക്കാത്ത പട്ടാളക്കാരുണ്ട്. ഏതെന്നാണോ അവരോട് നിർദ്ദേശിക്കപ്പെട്ടത് അതെല്ലാം കൃത്യമായി നടപ്പിൽ വരുത്തുന്ന പട്ടാളക്കാരുണ്ട്. ആ പട്ടാള സംവിധാനത്തെ നിങ്ങളെ ഭയപ്പെട്ടുകൊള്ളണേ. അല്ലാഹുവിന്റെ ഖുർആനെയും നിങ്ങളെയും പരിചയപ്പെടുത്തുകയാ പടച്ചവന്റെ പട്ടാളം. അല്ലാഹുവിന്റെ പട്ടാളത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അവരെങ്ങനെയുള്ളവരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുവാദമില്ലാതെ ഒരു പ്രദേശത്തേക്കും കടന്നു ചെല്ലാത്ത പട്ടാളക്കാര്, അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരിടത്തേക്കും ഇറങ്ങിച്ചെല്ലാത്ത പട്ടാളക്കാര്, പരിപൂർണമായും കൽപ്പനകളെ അംഗീകരിക്കുന്ന പട്ടാളക്കാര്, ആ പട്ടാളക്കാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. ഖുർആൻ പറഞ്ഞില്ലതോ അതേ സൗന്ദര്യത്തിനുടമകളായതോ മല്ലരിഞ്ചമീ, സൗന്ദര്യത്തിനുടമകളായ കണ്ടാൽ ആകർഷണീയമായ കോലത്തിലുള്ള പട്ടാളക്കാരില്ലേ, ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ. അല്ലാഹു പറയുന്നു ആ പട്ടാളക്കാരുടെ യൂണിഫോം നിങ്ങൾക്കറിയുമോ? ഉലി അജ്നിഹത്തിന് പടച്ചവന്റെ പട്ടാളമുണ്ടല്ലോ, അത് ചിറകുകളുള്ള പട്ടാളക്കാരാ. അല്ലാഹു അവർക്ക് ചിറക് കൊടുത്തിരിക്കുകയാ. എത്ര ചിറകുകളാ? ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ. 2, 3, 4 ചിറകുകളുള്ള പട്ടാളക്കാരാ. ആ പട്ടാളത്തിന്റെ മേധാവിയായ ആ പട്ടാളത്തിന്റെ ലീഡറായ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രിയപ്പെട്ട പ്രവാചകന് പരിചയപ്പെടുത്തിയില്ലേ? 600 ചിറകുകളുള്ള ജിബ്രീൽ. ആ ജിബ്രീൽ എങ്ങാനും തന്റെ 600 ചിറകുകളിൽ നിന്ന് ഒരൊറ്റ ചിറകെങ്ങാനമെന്ന് നിവർത്തി കഴിഞ്ഞാൽ ആകാശഭൂമികളടക്കമുള്ള സർവ്വ അണ്ടകടാഹങ്ങളും 600 ചിറകുകളുള്ള ജിബ്രീലിന്റെ ഒറ്റ ചിറകിനുള്ളിൽ ഒതുക്കപ്പെടുമെങ്കിൽ അപ്രകാരം ചിറകുകൾ കൊടുത്തിട്ടുള്ള ശക്തന്മാരായ മല്ലന്മാരായ അതേ നിയമ നിർവഹണത്തിൽ അണുകിട വിട്ടുവീഴ്ചയില്ലാത്ത പടച്ചവന്റെ പട്ടാളത്തെ നിങ്ങൾ അറിയണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പട്ടാളത്തെ പരിചയപ്പെടുത്തുക. പടച്ചതമ്പുരാന്റെ പട്ടാളം, പരിപൂർണമായും അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്നവർ, അതേ നിയമനിർവഹണം നടത്തുന്നവർ, നിയമലംഘനം നടത്താത്തവർ അല്ലെ, നിയമലംഘനം നടത്താത്തവർ, കൽപ്പനകളെ പരിപൂർണമായി അംഗീകരിക്കുന്നവർ എന്ന് മാത്രമല്ല, ദുനിയാവിലെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തും എത്ര പട്ടാളക്കാരുണ്ടെന്ന് കൃത്യമായ കണക്ക് നമുക്കെടുക്കാൻ സാധ്യമാകും. അതിനെ അറിയാൻ ഒരുപാട് സോഴ്സുകൾ, മാർഗങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് എത്ര പട്ടാളങ്ങളുണ്ടെന്ന് പ്രതിരോധ മന്ത്രിയോട് ചോദിച്ചാൽ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടും. കേരള സംസ്ഥാനത്ത് എത്ര പോലീസുകാരുണ്ടെന്ന് ചോദിച്ചാൽ 42,000-ത്തിലധികം പോലീസുകാരുണ്ടെന്ന് ഈ സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നാവിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടും. ഈ രാജ്യത്ത് എത്ര പോലീസ് സ്റ്റേഷൻ, സംസ്ഥാനത്ത് എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 525ഓളം പോലീസ് സ്റ്റേഷനുകളുണ്ട് എന്ന മറുപടി നമുക്ക് കിട്ടും. എന്നാൽ ദുനിയാവിലുള്ള പട്ടാള പോലീസ് സംവിധാനങ്ങളിൽ എത്ര പേരുണ്ട് എന്ന് കൃത്യമായ അളവുകളും കണക്കുകളും നമുക്ക് കിട്ടുമ്പോഴും പടച്ചവന്റെ പട്ടാളത്തെ പറ്റി അല്ലാഹു പറയുന്നു, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല എത്ര പട്ടാളക്കാരുണ്ടെന്ന്. എന്തിനാ അല്ലാഹു ഇത് പറയുന്നത്? അല്ലാഹുവിന്റെ പട്ടാള സംവിധാനത്തിന്റെ ശക്തിയും വലിപ്പവും ഇങ്ങനെ പരിചയപ്പെടുത്തുക. ദുനിയാവിന്റെ പട്ടാളമല്ലല്ലോ,
പടച്ചവന്റെ പട്ടാളം. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എത്ര പേരുണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, ബൈത്തുൽ മഅമൂർ എന്ന വാനലോകത്തിന്റെ അനന്ത നിഗൂഢ രഹസ്യങ്ങൾക്കപ്പുറം ഒരു ലോകമുണ്ട്. ആ ബൈത്തുൽ മഅമൂർ, കഅബാലയത്തിന്റെ മുകളിൽ നേരെ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ, ഒരു ദിവസം 70,000 മലക്കുകൾ അവിടെ വന്ന് നിസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, തവാഫ് ചെയ്യും. ഒരു ദിവസം 70,000. ഒരിക്കൽ വന്ന മലക്ക് പിന്നെ വരൂല. ഇങ്ങനെ കാലാകാലം നടത്തപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പേരായിരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കെ. അള്ളാഹുവിന്റെ പട്ടാള സംവിധാനമാ. നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമാണോ? അല്ല, എന്നിട്ട് ആ പട്ടാളക്കാരെ ഇങ്ങനെ പരിചയപ്പെടുത്തുക. ശക്തന്മാരാണവർ, കഠിന കഠോര സ്വഭാവത്തിനുടമസ്ഥരാണവർ. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഈ പട്ടാളത്തേക്ക് ഓർത്തിട്ടൊരു ഭയപ്പാടുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പട്ടാളമൊക്കെ അല്ലെ, ഈ ഒരു ദുനിയാവിലെ പട്ടാളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് എന്ന് പറയുമ്പോൾ അയാളൊരു പോലീസ്, ഒരു കടുകടുത്ത സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ ഒരു പോലീസുകാരനെ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന്റെ മുദ്രാവാക്യം പോലും മൃദുഭാവേ ധൃതകൃത്യേ, മൃദുല ഭാവത്തോടുകൂടി കൃത്യമായി ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. മൃദുല ഭാഗത്തോട് അല്ലെ. ഇപ്പൊ പുതിയ നിയമം, നേരത്തെയൊക്കെ പോലീസുകാരൊക്കെ നമ്മൾ അങ്ങോട്ട് സാറേ എന്ന് വിളിക്കണമായിരുന്നു. ഇപ്പൊ നിയമമൊക്കെ മാറി. ഇപ്പൊ ഇങ്ങോട്ട് സാറേ, അതുകൊണ്ട് തെറി വിളിച്ചാലും സാറ് കുട്ടിയെ വിളിക്കുള്ളൂ. നിയമമൊക്കെ മാറിയില്ല. എന്താ? മൃദുഭാവേ ധൃതകൃത്യേ, മൃദുല ഭാവത്തോടുകൂടി പെരുമാറണമെന്ന. അതാണ് നിയമം. അങ്ങനെയാണ്. ദുനിയാവിലെ പോലീസിനെയോ പട്ടാളത്തെയോ കടുകടുത്തവരെന്ന് പരിചയപ്പെടുത്തുക, അള്ള പരിചയപ്പെടുത്തുക. അള്ളാന്റെ പട്ടാളം അങ്ങനൊന്നും അല്ല കേട്ടോ. അള്ളാഹുവിന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പടച്ചോൻ പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടാള സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനുമൊക്കെ അതിഭയങ്കരമായ മഹത്വവും മൂല്യവും കൊടുക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു സഹാബിയെ സംബന്ധിച്ച് ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാന യകൂനു ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ മൻസിലത്തി സാഹിബി ശുറത്തി അലാ അമീരിൻ. ഒരു പട്ടാള മേധാവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതായ ചീഫ് മാർഷലിനെ പോലെയായിരുന്നു ആ സഹാബി എന്ന്. കാരണം റസൂലുള്ളാഹി തങ്ങളും അദ്ദേഹം തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു മേധാവിയും മേലുദ്യോഗസ്ഥനും തമ്മിലുള്ള ചർച്ചകളെ പോലെ ആയിരുന്നു. ഇസ്ലാമിൽ പട്ടാള പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരിപൂർണമായി അംഗീകരിക്കുക എന്ന് മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പോലീസുകാരന്റെയും പട്ടാളക്കാരന്റെയും വിഷമങ്ങൾ അറിയാൻ പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം. നമ്മളും ചിന്തിച്ചു നോക്കെ. ഇന്നിപ്പോ എന്തെങ്കിലും ഒരു സമരം നടക്കുക തിരുവനന്തപുരത്ത്, പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരും. രണ്ട് രീതിയിലായിരിക്കും വാർത്തകൾ ഉണ്ടാകുന്നത്. ഒന്ന്, സമരക്കാരഴിഞ്ഞാടി പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു. ഇനി അഥവാ അങ്ങോട്ട് കയറി അടിച്ചാലോ പോലീസിന്റെ നരനായാട്ട്. എന്ത് ചെയ്താലും ചീത്തപ്പേര് അവർക്ക് തന്നെയാ. നമ്മൾ ചിന്തിച്ചു നോക്കണം. പോലീസ് മനുഷ്യരാണ്. അവരുമൊക്കെ മനുഷ്യരാണ്. മേലുദ്യോഗസ്ഥരുടെ കൽപ്പനകൾ അംഗീകരിച്ച് കൈകെട്ടി നോക്കി നിന്നാലും കുഴപ്പം, കയറി അടിച്ചാലും കുഴപ്പമാണ്. എങ്ങനെയായാലും കുഴപ്പമാണ്. ഒരൊറ്റ പത്രക്കാരനും പോലീസുകാരന് കിട്ടിയ കല്ലെറികളുടെ എണ്ണം നിരത്താൻ ഒരു പത്രവും തയ്യാറല്ല. പോലീസുകാരന് കിട്ടിയ അടികളുടെ എണ്ണം നിരത്താൻ ഒരു പത്രക്കാരനോ ഒരു വാർത്താ മാധ്യമങ്ങളോ തയ്യാറല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു നിയമസഭാ കലാപം നടന്നല്ലോ അല്ലെ. LKG കുട്ടികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അടിയും കടിയും ചീത്തവിളിയും ലഡുവേറും ഒക്കെ ആയിട്ടൊരു നിയമസഭാ കലാപം. തൊട്ടടുത്ത ദിവസം പത്രത്തിൽ നമ്മൾ കണ്ട എന്താ? നിയമസഭയ്ക്ക് അകത്ത് നേതാക്കന്മാരെ ഒതുക്കി, പുറത്ത് അനുയായികളെ ഒതുക്കി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മൾ കാണുന്ന എന്താ? ക്ഷീണിച്ചവശരായിക്കൊണ്ട് പോലീസുകാർ യൂണിഫോമിൽ ഫുട്പാത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കെ. ഇത് ഇവിടെ പോലീസുകാരുടെ വിഷമങ്ങൾ അറിയാൻ, അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ അറിയേണ്ടുന്നത്. ലോകത്താദ്യമായ ഒരു പോലീസുകാരന്റെ പ്രശ്നം, അവന്റെ കുടുംബ പ്രശ്നം അറിഞ്ഞിട്ട് രാജ്യത്തിന്റെ നിയമം പോലും മാറ്റാൻ തീരുമാനമെടുത്തത് വിശുദ്ധ ദീനുൽ ഇസ്ലാമല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കെ. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും പ്രത്യേക അനുമോദനവും അവാർഡും കിട്ടി. എന്താ? ജനസമ്പർക്ക പരിപാടി എന്നൊരു പരിപാടി നടത്തും. നല്ല കാര്യമാണ്.
പക്ഷേ ലോകത്താദ്യമായി ജനസമ്പർക്ക പരിപാടി നടത്തിയതാരാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യമായി കടന്നു വന്നതാരാ? മഹാനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലോകത്താദ്യമായി ജനസമ്പർക്ക പരിപാടി നടത്തിയ ഒരു ഭരണാധികാരി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാ അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ, രാത്രിയൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴും പോലീസുകാരിങ്ങനെ നൈറ്റ് പെട്രോളിംഗ് നടത്തുക. നൈറ്റ് പെട്രോളിംഗ് ഏത് കാലത്താ തുടങ്ങിയേ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടങ്ങിയ നൈറ്റ് പെട്രോളിംഗ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് രാത്രിയും നിയമപാലകർ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് റോന്തു ചുറ്റണം, പെട്രോളിംഗ് നടത്തണമെന്ന് ലോകത്ത് ആദ്യമായി നിയമം പാസ്സാക്കിയത് ഉമർ റളിയല്ലാഹു. അത് പാസ്സാക്കി ഓഫീസിൽ ഇരുന്നില്ല, ഉമർ റളിയല്ലാഹു ഇറങ്ങി കാണിച്ചു കൊടുത്തു. ചരിത്രമല്ലേ ഇതൊക്കെ? ഉമർ റളിയല്ലാഹു ഇങ്ങനെ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ ഒരു വീട്ടിനടുത്തോടെ പോകുമ്പോ പാതിരാത്രി ഒരു പെണ്ണിങ്ങനെ ഉറക്കം എണ്ണീറ്റ് പാട്ട് പാടുക. ഒരു പെണ്ണ് രാത്രി ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പാട്ട് പാടുകയാ. തന്റെ ഭർത്താവ് തന്നോടൊപ്പമുള്ള ഇല്ലാത്തതിന്റെ പേരിലുള്ള വിരഹവേദന അവൾ ഇങ്ങനെ കവിതയായിട്ട് പാടുക. റളിയല്ലാഹു സലാം പറഞ്ഞു. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ, നീ ഇപ്പൊ ഇരുന്നിങ്ങനെ പാട്ട് പാടുന്ന എന്തിനാ? നിന്റെ ഭർത്താവിനെ പറ്റിയിട്ടും ഭർത്താവ് നിന്നോടൊപ്പമില്ലാത്ത എന്റെ വിഷമത്തെ പറ്റിയും നീ ഇങ്ങനെ പാട്ട് പാടുന്ന എന്തിനാ? ആ പെണ്ണ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ ഭർത്താവ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പട്ടാള സേവനം ചെയ്യുന്ന ആളാണ്. മാസങ്ങളായി എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഇല്ല. ഞാനൊരു ചെറുപ്പക്കാരി യുവതിയാണ്, വികാര വിചാരങ്ങളുള്ളവളാണ്. എന്റെ വികാര വിചാരങ്ങളെ ശമിപ്പിക്കാൻ എന്റെ ഭർത്താവില്ലാത്തതിന്റെ വിഷമം ഞാൻ പാതിരാത്രിയുടെ നിശബ്ദതയിൽ പാട്ടുപാടിയെങ്കിലും തീർക്കട്ടെ. അഥവാ ഞാനെങ്ങാണം മോശമായ ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ നാളെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണം. ആരാ? ഒരു പട്ടാളക്കാരന്റെ പോലീസുകാരന്റെ ഭാര്യയുടെ വിഷമമാ. എത്ര ഭരണാധികാരികൾ ഇതിന് ചെവി കൊടുക്കും? പാതിരാത്രി വീട്ടിൽ ചെന്നന്വേഷിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പ്രിയമകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ, പൊന്നുമോളെ ഹഫ്സ, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് ഒപ്പമില്ലാതെ എത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റും? 4 മാസം എന്ന് മറുപടി കിട്ടി. അതെ, ഉടൻ തന്നെ ഉമറുൽ ഫാറൂഖ് ഉത്തരവിറക്കിയില്ലേ, ഉമറിന്റെ ഭരണകാലത്ത് ഒരു പട്ടാളക്കാരനും പോലീസുകാരനും 4 മാസത്തിൽ കൂടുതൽ വീട്ടിൽ പോകാതെ സേവനം ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്താദ്യമായി ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ വേദന അറിഞ്ഞ് നിയമം നടപ്പിലാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളറിയണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തി സംരക്ഷണം നടത്തുന്ന ഓരോ പട്ടാളക്കാർക്കും അതിമഹത്തായ സംഭാവനകളാണ്, പ്രതിഫലങ്ങളല്ലേ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഒരുപാട് പട്ടാള സേവനത്തിനും രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഷ്ടപ്പെടുന്നവർക്കുമൊക്കെയുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മളവരൊക്കെ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദികളുടെ നുഴഞ്ഞു കയറ്റത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നുമൊക്കെ ഈ രാജ്യത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ പൗരന്മാരെയും കാത്തു സൂക്ഷിക്കാൻ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് കാശ്മീരിന്റെ കാർഗിലിന്റെ മഞ്ഞുമലകളിൽ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് മഞ്ഞു വീഴുന്നതായ തണുപ്പത്ത് പോലും വിറച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നതായ ധീരജവാന്മാരെ നമ്മൾ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയതായ സന്ദീപ് ഉണ്ണികൃഷ്ണനെ നമ്മൾ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയതായ ഹേമന്ത് കർക്കരെ നമ്മൾ അംഗീകരിക്കുകയാ. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, അൽഹംദുലില്ലാഹ്, ഇന്ത്യ രാജ്യത്തെ പോലീസ് സംവിധാനത്തിൽ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാ കേരള സംസ്ഥാനത്തിലെ പോലീസ്. കേരള പോലീസ് എത്രയോ പ്രമാദമായ കേസുകളാണ് ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചത്. ഏറ്റവും നല്ല പോലീസ് സംവിധാനം. പക്ഷേ പറയാതിരിക്കാൻ പറ്റൂല, ഈ ഒരു പോലീസ് സംവിധാനത്തിനെയും ഡിപ്പാർട്ട്മെന്റിനെയും പോലും കളങ്കപ്പെടുത്താൻ ചില ആളുകൾ ഉണ്ടാവും. കൈക്കൂലിയിലൂടെ കാര്യം നടത്തി കൊടുക്കുന്നവർ, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി നടത്തുന്നവർ, അപരാധികൾ സ്വച്ഛന്തം വിഹരിക്കുമ്പോഴും അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നിരപരാധികളെയൊക്കെ തീവ്രവാദികൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് കാരാഗൃഹത്തിന്റെ ഇരുമ്പടികൾ കൊള്ളിലിട്ട് പീഡിപ്പിക്കുന്നവർ, അവരുടെ മേൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർ, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, ലോകത്തിന്റെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഓലപ്പടക്കം പൊട്ടിയാൽ പോലും ഇതൊന്ന് തലയിൽ കെട്ടിവെക്കാൻ ഒരു തൊപ്പി ധരിച്ച താടി വളർത്തിയ മുസ്ലിമിനെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ,
അതേ ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും തെരുവോരങ്ങളിലൊക്കെ തങ്ങൾക്ക് സ്ഥാനക്കയറ്റങ്ങളും മെഡലുകളും മറ്റുമൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി ഗൺ പോയിന്റിന്റെ മുന്നിൽ നിർത്തി ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വ്യാജ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവരാ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കളങ്കപ്പെടുത്തുന്നതും ചീത്തപ്പേര് അതും നമുക്ക് പറയാതിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇസ്ലാം പട്ടാള പോലീസ് സംവിധാനങ്ങൾക്കും മഹത്വവും മാനവും മൂല്യവും നൽകുന്നുണ്ട്. പക്ഷേ ദുനിയാവിലെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിയമനിർവഹണം നടത്തേണ്ടുന്നവർ നിയമലംഘനം നടത്തുന്നു. അല്ലാഹ് പറയുന്നു അള്ളാന്റെ പട്ടാളം അങ്ങനെയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഞാനും നിങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം ഓരോ പൗരന്റെ മേലും പറഞ്ഞിരിക്കുന്നതായ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാ. നമ്മുടെ മൗലികാവകാശങ്ങളെ കളങ്കപ്പെടുത്താതെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഞാനും നിങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടുന്നവരാ. അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു കുഴപ്പം സംഭവിച്ചാൽ ഉടൻ തന്നെ നിയമപാലകര് നമ്മളെ ഭയപ്പെടാറുണ്ടല്ലോ. ഒരു തെറ്റ് ചെയ്താൽ പോലീസിന്റെ കയ്യിൽ പെടുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാ. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ എനിക്ക് അറസ്റ്റ് വാറണ്ട് വരുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാ. എന്നാലൊന്ന് ചോദിച്ചു കൊള്ളട്ടെ മുസ്ലിമേ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെ അടിമ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഓരോ നിയമങ്ങളും നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങളെ നിസാരമായി കാറ്റിൽ പുറത്തിയിട്ട് 21ാം നൂറ്റാണ്ടിന്റെ കൊത്തെടുക്കൽ കാലിടർ വീണതുകൊണ്ട് അല്ലാഹുവിനെ വലിച്ചെറിയുന്ന മുസ്ലിമേ, നിസ്കാരമില്ലാത്ത മുസ്ലിമേ, പർദ്ദയില്ലാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങളെയൊക്കെ നിസാരമായി നീ ലംഘിക്കുമ്പോഴും പടച്ചവന്റെ പട്ടാളത്തെ ഭയപ്പെടുന്നുണ്ട്. ദുനിയാവിലെ പട്ടാളത്തെ ഭയപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ പട്ടാളത്തെ ഭയപ്പെടുന്നുണ്ട്. നിയമലംഘനം നടത്തി ജീവിക്കുന്ന നിന്റെ അടുക്കലേക്ക് ഒരു ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാർ അറസ്റ്റ് വാറണ്ടുമായി കടന്നു വരില്ലേ? പൊന്നുമോനെ, നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പടച്ചവന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ അതേ അറസ്റ്റ് വാറണ്ടുമായി അല്ലാഹുവിന്റെ പട്ടാളം വരുമെന്നുള്ള ചിന്തയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഹബീബേ, ഒന്ന് പറഞ്ഞു കൊടുക്കും നബിയേ, ഒന്ന് പറഞ്ഞു കൊടുക്കും നബിയേ. യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. എന്റെ ഹബീബേ പറഞ്ഞു കൊടുക്കുക, യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വക്കില ബികും. ഒരു ദിവസം മലകുൽ മൗത്ത് മരണമെന്ന അറസ്റ്റ് വാറണ്ടുമായി കടന്നു വരുന്നതാ. ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നതാ, ഓരോരുത്തരെയും പിടികൂടി കൊണ്ടുപോകുന്നതാ. ആ ഒരു ചിന്തയില്ലാതെ എന്നെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. വിശുദ്ധ റമദാനിൽ മാത്രം പള്ളിയിൽ കയറിയിട്ട് റമദാൻ കഴിഞ്ഞപ്പോ നിസ്കാരം ഒഴിവാക്കിയ മുസ്ലിം ചെറുപ്പക്കാരാ. വിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതിയിട്ട് റമദാൻ കഴിഞ്ഞപ്പോ ഖുർആൻ എന്ന് മാറ്റിവെച്ച മുസ്ലിം ചെറുപ്പക്കാരാ. വിശുദ്ധ റമദാനിൽ തഖ്വയോടുകൂടി ജീവിച്ചിട്ട് റമദാൻ കഴിഞ്ഞപ്പോ തഖ്വയെന്ന് മാറ്റിവെച്ച മുസ്ലിം സമുദായമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റമദാനിൽ നിനക്ക് സീരിയൽ വേണ്ട, റമദാനിൽ നിനക്ക് സിനിമ വേണ്ട. എല്ലാ സമയത്തും കയ്യിൽ തസ്ബീഹായിരുന്നെങ്കിൽ, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് സ്വലാത്തും ദിക്റുകളുമായി ജീവിച്ചെങ്കിൽ, വിശുദ്ധ ഖുർആന് വേണ്ടി സമയം കൊടുത്തെങ്കിൽ, അന്ന് പടച്ചവന്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ, ആ റമദാനങ്ങ് കടന്നുപോയി കേവലം 2 ആഴ്ച കടന്ന ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ. ഇന്ന് പടച്ചവന്റെ നിയമം എത്ര പ്രാവശ്യം നമ്മൾ ലംഘിച്ചവരാ, അല്ലാഹുവിന്റെ നിയമത്തെ നമ്മൾ കാറ്റിൽ പറത്തിയവരാ. അങ്ങനെയുള്ള എന്നോടും നിങ്ങളോടും രാജാതിരാജനായ പടച്ചതമ്പുരാൻ പറയുകയാ, ഹബീബേ പറഞ്ഞു കൊടുക്കൽ ഹബീബേ, യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വക്കില ബികും. ഒരു ദിവസം മരണവാറണ്ടുമായി അറസ്റ്റ് വാറണ്ടുമായി എന്റെ പട്ടാളക്കാരനായ മലകുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതാ. പിന്നെ നിനക്ക് രക്ഷയുണ്ടോ? പിന്നെ നിനക്കൊരു മടക്കയാത്രയുണ്ട്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ.
പിന്നെ ഇതാ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാജാതിരാജനായ പടച്ചവന്റെ സമക്ഷത്തിൽ കൊണ്ടുപോകുന്നതാ. എനിക്കും നിങ്ങൾക്കും ചിന്തയുണ്ടോ? പടച്ചവന്റെ വാറണ്ട് വരുമെന്നുള്ള ചിന്തയുണ്ടോ? അല്ലാഹുവിന്റെ പട്ടാളക്കാര്, അറസ്റ്റ് വാറണ്ടുമായി വരുന്ന പട്ടാളക്കാര്, മഹാനായ ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ വാറണ്ടുമായി വരുന്ന പടച്ചവന്റെ പട്ടാളം, ആ പട്ടാളത്തെ പറ്റിയുള്ള ചിന്തയുണ്ടോ? വാറണ്ട് വരുമെന്നുള്ള ചിന്തയുണ്ടോ? ചിന്തിച്ചു നോക്കണേ. എപ്പോ വേണമെങ്കിലും ആ വാറണ്ട് കടന്നു വരാമല്ലോ. അല്ലാഹു പറഞ്ഞില്ലേ, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എവിടെയായാലും മലക്കുൽ മൗത്ത് വാറണ്ടുമായി വരുന്നതാ. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കോട്ടക്കൊത്തളങ്ങളിൽ നീ പോയിരുന്നെന്ന് പറഞ്ഞാലും, അതേ പാർട്ടി ഓഫീസിന്റെ ഉള്ളിലേക്ക് നീ പോയിരുന്നെന്ന് പറഞ്ഞാലും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലിരുന്നെന്ന് പറഞ്ഞാലും, അതേ പടച്ചവന്റെ വാറണ്ടുമായി ഇസ്രായേൽ പിടികൂടുന്നതാ. ആർക്കാടാ വാറണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നിനക്കൊരു വാറണ്ട് വന്നാൽ പാർട്ടി ഓഫീസിൽ രക്ഷപ്പെടാൻ പറ്റുമോനെ? ഇന്ന് നിനക്കൊരു വാറണ്ട് വന്നാൽ എവിടെ പോയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോനെ? എന്നാൽ അല്ലാഹുവിന്റെ വാറണ്ടുമായി ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ എവിടെയാ പൊന്നുമോനെ രക്ഷപ്പെടാൻ പറ്റുന്നത്? ആരാ പൊന്നുമോനെ എന്നെ രക്ഷിക്കാനുള്ളത്? കേവലം 2 ദിവസം മുമ്പ് നാം അറിഞ്ഞതല്ലയോ, ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും മനസ്സിനെ വേദനപ്പെടുത്തിക്കൊണ്ട് അതേ ഇന്ത്യയുടെ മിസൈൽ വിമാനം അറിയപ്പെട്ടതായ ബഹുമാന്യനായ APJ അബ്ദുൽ കലാം മരണപ്പെട്ടു പോയില്ലേ? രാജ്യമൊറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ ആയിരക്കണക്കിന് ശാസ്ത്ര വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ വാക്കുകളും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി രാജ്യം ഇങ്ങനെ കാതോർത്തിരിക്കുമ്പോഴും എല്ലാ സഹോദര സഹോദരി, ഇസ്രായേലിനൊരു രാഷ്ട്രപതിയുമില്ലല്ലോ, ഇസ്രായേലിനൊരു പ്രബന്ധവുമില്ലല്ലോ, ഇസ്രായേലിനൊരു ശാസ്ത്രജ്ഞനുമില്ലല്ലോ. അതല്ലേ പടച്ചവൻ പറഞ്ഞത്, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായാലും ഏതവസ്ഥയിലായാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുന്നതാ, വാറണ്ടുമായി ഇസ്രായേൽ വരുന്നതാ. അതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, നിങ്ങൾ എവിടായിരുന്നാലും എന്റെ വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളം വരൂല്ലേ? സംശയമുണ്ടോ? ഒരു ദിവസം വാറണ്ടുമായിട്ട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരില്ലേ? നമ്മൾ ചിന്തിച്ചൊക്കെ ഈ വാറണ്ടിനെ പറ്റിയുള്ള ചിന്തയുണ്ടോ? പടച്ചവന്റെ പട്ടാളം വരും. ദുനിയാവിൽ പേടിയാ നിയമലംഘനം നടത്തുമ്പോഴൊക്കെ അല്ലേ? ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുക, സുബൈയും കാര്യമൊന്നുമില്ല. 8 മണിയാകുമ്പോ കൂട്ടുകാരന്റെ ഫോൺ വന്നു. പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് പറഞ്ഞു, അളിയാ പെട്ടെന്ന് നടയറയിലേക്ക് വരാൻ പറഞ്ഞു അല്ലേ? ഇവനിങ്ങനെ ചാടി എഴുന്നേറ്റ് പല്ലു പോലും തേക്കാതെ മുഖം പോലും കഴുകാതെ മുടിയൊക്കെ ഇങ്ങനെ ചീകി ഒതുക്കിയിട്ട് നിന്ന നിപ്പിൽ ഇങ്ങനെ ഓടിച്ചെന്ന് ബൈക്കിൽ കയറും. ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കയറി പറക്കുക. അന്നലെ പറഞ്ഞ പോലെ സൈലൻസറൊക്കെ കട്ട് ചെയ്ത് മുതല വാതുറന്ന പോലെ ബൈക്കാപ്പം എല്ലാത്തിൻ്റെയും കയ്യിൽ. അതിന്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ 100-ൽ ഇങ്ങനെ പറക്കുക അല്ലേ? മുട്ടിന് മുകളിൽ നിൽക്കുന്ന നിക്കറും ഒക്കെ ഇട്ടേ അല്ലെ? ചിന്തിച്ച പല്ലു പോലും തേച്ചിട്ടില്ല, ലൈസൻസും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ബുക്കും പേപ്പറും സ്ലേറ്റും പെൻസിലും ഒന്നും ഉണ്ടാവില്ല. ഇവ ഇതിലിങ്ങനെ പറക്കുക. ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ തൊട്ടടുത്ത് 2-3 കാക്കി കുപ്പായങ്ങൾ ഇങ്ങനെ കാണും. ചിലപ്പോ വല്ല മുനിസിപ്പാലിറ്റി ജീവനക്കാരും ഓട ക്ലീനാക്കാൻ വന്നതായിരിക്കും. ഈ കാക്കി കളറിങ്ങനെ കണ്ടാൽ മതി, അപ്പം നിൽക്കും അവിടെ. എന്താ ആ നിറം കാണുമ്പോഴേ ഒരു പേടിയാ, ഞാൻ പിടിക്കപ്പെട്ടാലോ അല്ലേ? ഞാൻ പിടിക്കപ്പെട്ടാലോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓരോ വഖത്ത് നിസ്കാരത്തിലും പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴും
കടകമ്പോളങ്ങളിലും കടത്തിണ്ണകളിലും കലുങ്ങുകളിലും കളിക്കളങ്ങളിലുമൊക്കെ കൂട്ടുകാരോടൊപ്പം കളിതമാശ പറഞ്ഞ് കറങ്ങി നടന്ന് പടച്ചതമ്പുരാന്റെ കൽപ്പന ധിക്കരിച്ച് ബൈക്കിൽ കയറി ബിസിനസിന് വേണ്ടി പരക്കം പായുമ്പോൾ, ഉദ്യോഗത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ, ദിനേന എന്നുള്ള നിന്റെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ, പടച്ചവന്റെ കൽപ്പനകളൊക്കെ നിമിഷങ്ങൾ എണ്ണി എണ്ണി ലംഘിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ വാറണ്ടുമായി മലക്കുൽ മൗത്ത് വരുമെന്നുള്ള ഭയപ്പാടുണ്ടോ? ദുനിയാവിന്റെ വാറണ്ടിന് ഭയമുണ്ട്, പടച്ചവന്റെ വാറണ്ടിന് ഭയമുണ്ടോ? അള്ളാഹുവിന്റെ പട്ടാളം ഒരു ദിവസം എന്റെ അടുക്കൽ വരില്ലേ? അറസ്റ്റ് വാറണ്ട് ഞാൻ നേരിടേണ്ടി വരില്ലേ? എന്നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ? അതെ, അറസ്റ്റ് വാറണ്ടുമായി വരുന്ന പട്ടാളക്കാരുണ്ട് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വരിക ആയിരക്കണക്കിന് മലക്കുകള് മരിക്കാറായി കിടക്കുന്നതിനടുത്ത് വാറണ്ടുമായിട്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരിക. ആയിരക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വലയം ചെയ്യും. മലക്കുകൾ വന്നിട്ട് വലയം ചെയ്യും. അതിനുശേഷമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഓഫീസർ അസ്റായിൽ ഇങ്ങനെ ഇറങ്ങി വരും. അല്ലെ, അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ പൂമാലയായിട്ട് വരൂലല്ലോ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്നെ കൊണ്ടുപോകാൻ നരകത്തിലെ ചീഞ്ഞളിഞ്ഞ് മാറുന്ന ചാക്കുകളുമായിട്ടാ കൊണ്ടുപോകുന്നത്. നരകത്തിലെ ചങ്ങലകളുമായി കയ്യാമം വെച്ച് ശരീരം കെട്ടിവരിഞ്ഞു കൊണ്ടുപോകാൻ നരകത്തിലെ ചങ്ങലകളുമായിട്ടാണ് വാറണ്ടുമായി അസ്റായിലും പട്ടാളക്കാരും വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെയാ പട്ടാളക്കാരെ കടന്നു വരുന്ന നിമിഷമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ സഹോദരി, ചിന്തിച്ചു നോക്കുക. നാഴികയ്ക്ക് 40 വട്ടം പടച്ചതമ്പുരാന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ, അത് അസ്റായീലിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകള്, പടച്ചവന്റെ പട്ടാളക്കാര് മരണവാറണ്ടുമായി നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അങ്ങനെ നിന്റെ മുഖത്തിന്റെ അടുക്കലേക്ക് അസ്റായീൽ വന്നിരിക്കുകയാ. ആ ഒരു സന്ദർഭത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, വലൗ തറാ, നബിയെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, നബിയെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഖമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസതു ഐദിഹിം അഖ്രിജൂ അൻഫുസകും അഖ്രിജൂ അൻഫുസകും. നബിയെ ആ അവസ്ഥ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, അത് അക്രമകാരികളായ ധിക്കാരികളായ മനുഷ്യരെ കൊണ്ടുപോകാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും വരുന്ന സന്ദർഭത്തിൽ എന്റെ പ്രവാചകരെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, വൽ മലായികതു ബാസതു ഐദിഹിം, എന്റെ പൊന്നുമോനെ, നിന്റെ വീട് വലയം ചെയ്ത് പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭമല്ലല്ലോ, പിന്നെയോ കാലം കാലാകാലം നിന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ അസ്റായീലും മലക്കുകളും വരികയാ. വൽ മലായികതു ബാസതു ഐദിഹിം, നിന്നെ ഇങ്ങനെ ചുറ്റി വളഞ്ഞു നിന്നിട്ട് മലക്കുകളുടെ കൈകൾ നീട്ടുകയാ. അവരുടെ കൈകളിലല്ലേ നരകത്തിലെ ഇരുമ്പ് ദണ്ഡുകളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിലേതായ അതിഭീകരമായ ആയുധങ്ങളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിന്റെ ചങ്ങലകളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിലെ ചീഞ്ഞമാളുന്ന ചാക്കകളുള്ളത്. ആ കൈകളാ മലക്കുകൾ നീട്ടുകയാ, ആയുധങ്ങൾ നിന്റെ നേരെ നീട്ടുകയാ. എന്നിട്ട് കുറ്റവാളിയായ നിന്നെ ഇതാ വിളിക്കുകയാ, അഖ്രിജൂ അൻഫുസകും, പുറത്തേക്ക് ഇറങ്ങി വാടാ, പുറത്തേക്ക് ഇറങ്ങി വാടാ. വിശുദ്ധ ഖുർആനാ സഹോദരങ്ങളെ പറയുന്നത്, ശരീരത്തെ നോക്കിയിട്ട് മലക്കുകൾ വിളിച്ചു പറയുകയാ, അഖ്രിജൂ അൻഫുസകും, നിന്റെ റൂഹിനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടടാ, നിന്റെ ആത്മാവിനെ പുറത്തേക്ക് ഇറക്കി വിടടാ. ആ കുറ്റവാളിയായ ആത്മാവിനെ കൊണ്ടുപോകാൻ പടച്ചവന്റെ വാറണ്ടുമായി ഞങ്ങൾ വന്നിരിക്കുകയാ. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടൂ. അറസ്റ്റ് ചെയ്യാൻ പടച്ചവന്റെ പട്ടാളക്കാര് നിന്റെ വീട് വളയുന്ന സന്ദർഭം,
ഒരാളും അത് കാണില്ല പൊന്നുമോനെ. നീയല്ലാതെ മറ്റൊരാൾക്കും അത് കാണാൻ പറ്റുന്നതല്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നീയല്ലാതെ മറ്റൊരാളും അത് കാണുന്നില്ലല്ലോ. ഞാനും നിങ്ങളും കാണേണ്ടുന്നവരല്ലേ. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മലക്കുകൾ വന്ന് കൈനീട്ടി വിളിക്കുകയാ, അഖ്റുജു അൻഫുസകും, പുറത്തേക്ക് ഇറങ്ങി വാടാ. നാളുന്നവരെ പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചവനല്ലേ. നാളുന്നവരും പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചവളല്ലേ. ഒരു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ല. അതേ വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ല. പലിശൈബ് തിന്നു വളർന്ന ശരീരമല്ലേ നിന്റെ ശരീരം. സ്ത്രീധനവും അച്ചാരവും പോക്കറ്റ് മണിയും മെരന്ന് വാങ്ങിയ നാണം കെട്ടവനല്ലേ നീ. ഹറാമുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചവനല്ലേ. അല്ലാഹുവിന്റെ കൽപ്പനകളെയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കൂട്ടുകാരോടൊപ്പം പൊന്തക്കാട്ടിൽ പോയിരുന്ന് കള്ളു കുടിച്ചവനല്ലേ നീ. വ്യഭിചാരത്തിന് കൂട്ടു നിന്നവനല്ലേ നീ. അന്യപെണ്ണുമായി അഭിഹിത ബന്ധം പുലർത്തിയവനല്ലേ. അന്യപുരുഷനുമായി അഭിഹിത ബന്ധം പുലർത്തിയവനല്ലേ. അല്ലാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ച നിന്നെ ഇതാ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നിരിക്കുകയാ. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ പുറത്തേക്ക് ഇറക്കി വിടുക. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുക. എന്റെ ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, അറസ്റ്റ് വാറണ്ടുമായി വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്നതായ അതേ പട്ടാളക്കാരനോട്, പോലീസുകാരനോട് ദുനിയാവിൽ വെച്ച് പോലും നീ ചോദിച്ചു പോകില്ലേ, ഇങ്ങനെ ഒരു വാറണ്ട് വരാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് വാറണ്ടുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവന്റെ പട്ടാളക്കാരോടും നീ ചോദിച്ചു പോകുന്നതാ. മാ കുന്നാ നഅമലു മിൻ സൂ, മാ കുന്നാ നഅമലു മിൻ സൂ. ഇല്ല ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിയമലംഘനം നടത്തിയിട്ടില്ല. അങ്ങനെ വാറണ്ടുമായി വന്ന പട്ടാളക്കാരുമായി വാഗ്വാദം നടക്കുകയാ. അവരുമായി സംസാരം നടക്കുകയാ. ഈ സമയത്തും മലക്കുകൾ വീണ്ടും നിന്നോട് ചോദിക്കുകയാ, ഭീമകുന്തും നിനക്കൊക്കെ എന്ത് പറ്റിപ്പോയി? എന്റെ 21ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരാ, വർഗീയവാദികൾക്ക് അധികാരം കിട്ടിയെന്നോർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ആദർശ ജീവിതത്തിൽ നിന്ന് ഭയപ്പാടോടുകൂടി ഒഴിഞ്ഞു മാറുന്ന മുസ്ലിമേ, കൃത്യമായി പള്ളിയിൽ പോകാനെന്ന ഭയമല്ലേ മുസ്ലിം ചെറുപ്പക്കാരന്? താടി വളർത്താൻ ചെറുപ്പക്കാരന് താല്പര്യമില്ല. ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമുയർത്തി ഉടുക്കാൻ താല്പര്യമില്ല. ഇസ്ലാമിന്റെ വക്താവാകാൻ താല്പര്യമില്ല. നീതി നിഷേധത്തിനെതിരെ പടപൊരുടാൻ താല്പര്യമില്ല. എന്താ മോനെ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ബലഹീനരല്ലയോ? നമ്മളൊക്കെ ന്യൂനപക്ഷമല്ലയോ? അധികാരം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ. സമ്പാദ്യം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ. നിയമനിർമ്മാണം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ. അങ്ങനെ കണ്ണിൽ കണ്ടവന്മാരെയൊക്കെ പേടിച്ചുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് അടിമകളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിമേ, നാളെ മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാ, ഭീമകുന്തും നിനക്കൊക്കെ എന്ത് പറ്റിപ്പോയി? എന്ത് പറ്റിപ്പോയി? എന്ത് പറ്റിപ്പോയി? നീ താടി വളർത്താതിരുന്നതെന്തുകൊണ്ടാ? നീ തൊപ്പി ധരിക്കാതിരുന്നതെന്തുകൊണ്ടാ? ഇസ്ലാമിക ആദർശ ജീവിതത്തെ വലിച്ചെറിഞ്ഞതെന്തുകൊണ്ടാ? ഇത് പെണ്ണെ നീ പർദ്ദ ധരിക്കാതിരുന്നതെന്തുകൊണ്ടാ? അന്ന് മറുപടി പറയുകയാ, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. വിശുദ്ധ ഖുർആനാ സഹോദരങ്ങളെ, ഖുർആൻ ഞങ്ങള് ബലഹീനരായിരുന്നല്ലോ, ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നല്ലോ, ഞങ്ങൾക്ക് ആൽബലമുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ആയുധ ബലമുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലമുണ്ടായിരുന്നില്ലല്ലോ. തലയിൽ തട്ടമിട്ട് നടന്നാലത് താലിബാനിസം എന്ന് പറയപ്പെട്ട കാലമായിരുന്നല്ലോ. തലയിൽ തട്ടമിടുന്നവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാലമായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങ് ഉപേക്ഷിച്ചു പോയില്ലേ? താടി വെച്ചവരൊക്കെ തീവ്രവാദികളായതുകൊണ്ട് ഞങ്ങളുടെ ദാടി അങ്ങ് ഉപേക്ഷിച്ചു പോയില്ലേ? അതിക്രൂരമായ നീതി നിഷേധം നടത്തുമ്പോഴും അതിനെതിരെ ശബ്ദിച്ചവരൊക്കെ ഭീകരവാദികളാക്കപ്പെടുന്നത് കൊണ്ട് ആ പ്രവർത്തനം ഞങ്ങൾ നിർത്തിക്കളഞ്ഞില്ലേ? ഞങ്ങൾ ബലഹീനരായത് കൊണ്ടാ ഇങ്ങനെ ജീവിച്ചത്. ഉടൻ തന്നെയാ പട്ടാളം, പടച്ചവന്റെ പട്ടാളം ചോദിക്കുന്നു, അലം തകുന്ന അർളുല്ലാഹി വാസിആ
ഫതുഹാജിറു ഫീഹാ. ഇങ്ങനെ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് ഏതൊക്കെയോ വർഗീയവാദികളുടെ പ്രസ്താവനകൾ ഭയപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നാട് വിട്ടുപോയിക്കോടായിരുന്നു. ഭീരുവായി ജീവിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മരണത്തിന്റെ സമയത്ത് പടച്ചവന്റെ പട്ടാളം നമ്മളോട് പറയുകയാ. ഈ സമയത്താണ് കൈകൂപ്പിക്കൊണ്ട് പറയുന്നത്, ഇല്ല ഇല്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാ? എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, ഈ സമയത്തും മലക്കുകളുണ്ടല്ലോ, ആ സമയത്തും മലക്കുകളതാ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ മുതുകത്തും മുഖത്തുമൊക്കെ അടിക്കാൻ തുടങ്ങുകയാ. ദുനിയാവിലെ ലാത്തിച്ചാർജല്ല പൊന്നുമോനെ, ദുനിയാവിന്റെ ഉരുട്ടിക്കൊലയല്ല പൊന്നുമോനെ, ദുനിയാവിന്റെ പീഡനങ്ങളല്ല പൊന്നുമോനെ, പടച്ചവന്റെ പട്ടാളക്കാരാ. മുഖത്തേക്കും ശരീരത്തിന്റെ എതിരെ ഭാഗത്തേക്കും അടിക്കാൻ തുടങ്ങുകയാ. എന്നിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്നെ വലിച്ചു കീറിയതാ പുറത്തേക്ക് എടുക്കുകയാ. അതേ അല്ലാഹു പറയുന്നു, കല്ലോ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻറാഖ്. ആ സമയത്താരാണടാ നിനക്ക് വേണ്ടി മന്ത്രിക്കാനുള്ളത്? ആ സമയത്താരാണടാ നിനക്ക് ശബ്ദിക്കാനുള്ളത്? എംപിയുടെ ഫോൺ കോൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? MLA-യുടെ ലെറ്റർ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? രാഷ്ട്രീയ മേധാവിയുടെ സ്വാധീനം കൊണ്ട് പടച്ചവന്റെ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതിങ്ങനെ ഉറപ്പിക്കുന്നു, അതിഭയങ്കരമായ മർദ്ദനത്തിന്റെ പേരില്, പീഡനത്തിന്റെ പേരില് കാലുകൾ ഇങ്ങനെ കൂട്ടി കെട്ടപ്പെടുകയാ. ഒരു കാലുകൊണ്ട് മറ്റൊരു കാലിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടപ്പെടുകയാ. കാലുകൾ ഇങ്ങനെ കോർത്ത് കെട്ടപ്പെട്ടു പോവുകയാ. അതേ, നിന്നെ വലിച്ചെടുച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന എവിടേക്കാ? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഏതൊരു പടച്ചവന്റെ നിയമമനുസരിച്ച് ജീവിക്കേണ്ടുന്നവനാണോ ആ നിയമത്തെ ലംഘിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി നിന്നെ അറസ്റ്റ് ചെയ്ത് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാ. ഖുർആൻ വരച്ചു കാട്ടുന്ന വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളക്കാർ വരുന്ന ഓരോ നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കെ. എത്രയോ ഭയാനകമായ അവസ്ഥയാ. മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് വീട് വളയുന്ന പോലെ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് വളയും. ആ അവസ്ഥ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. പടച്ചവന്റെ പട്ടാളക്കാർ നരകത്തിലെ ആയുധങ്ങളുമായി വന്ന് വലയം ചെയ്യും, വീടിങ്ങനെ വളയും. എന്നിട്ടിങ്ങനെ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ വിളിച്ചു പറയല്ലോ, അക്രമം പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നോണം, കീഴടങ്ങിയേക്കണം. മലക്കുകൾ ഇങ്ങനെ വിളിക്കും, മഖ്രിജു അൻഫുസക്കും, ഇറങ്ങി വാടാ അങ്ങോട്ട്, എന്റെ ആത്മാവിനെ അങ്ങോട്ട് ഇറക്കി വിട്ടേക്ക്. സമയം നിരപരാധിത്വം, അല്ലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവിടെ തീരുമാനിക്കും. നീ ഇറങ്ങി വന്നാ മതി. ഇറങ്ങി വരാൻ കൂട്ടാകാതിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ ആയുധങ്ങൾ കൊണ്ട് അടിക്കും. അതിഭയങ്കരമായ ലാത്തി ചാർജ് നടത്തി പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കാൻ അറസ്റ്റ് വാറണ്ട്.